പുളിഞ്ചിക്ക കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ ഇത് ഇതുപോലൊരു ഒഴിച്ച് കറി ഉണ്ടാക്കി നോക്കിക്കോ. ഉച്ചയ്ക്ക് ചോറിന് പിന്നെ വേറെ ഒരൊറ്റ കറി പോലും വേണ്ട കേട്ടോ. അതും വളരെ പെട്ടെന്നും കൂടുതൽ രുചിയിലും ഉണ്ടാക്കാം. എല്ലാവർക്കും മത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ചൊക്കെ അച്ചാറിലിട്ടു, കുറച്ചൊക്കെ മീൻ കറിയിലിട്ടു. അപ്പോൾ ബാലൻസ് ഉള്ള കുറച്ച് പുളിഞ്ചിക്ക കൊണ്ട് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പുളിഞ്ചിക്ക ഒരു 10-12 എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുളിഞ്ചിക്കയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുളകും കൂടെ നമുക്കിതുപോലൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പുളിഞ്ചിക്കയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ കറി നമ്മളൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും പച്ചമുളകും നമ്മളിത് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമ്മളിത് വേവാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിലേക്കൊന്ന് വേവാനായിട്ട് വെക്കാം. നമുക്ക് മൺചട്ടി ആയതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പുളിഞ്ചിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ജീരകവും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പുളിഞ്ചിക്കയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതൊന്ന് വെന്തിട്ടുമുണ്ട് കേട്ടോ. എന്നാലും നമുക്കിതൊന്ന് ഉടഞ്ഞ പരുവത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുളിഞ്ചിക്കയുടെ വെള്ളമെല്ലാം ഒന്ന് വെറ്റി നന്നായിട്ട് ഒന്നുകൂടെ വെന്ത് കിട്ടിയപ്പോഴത്തേക്കും നമ്മളിത് അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ കറി തിളച്ച് പൊങ്ങാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ കറിയെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയം ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുകും കൂടെ ഇട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ആ ഉണക്കമുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ താളിപ്പ് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് താളിപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കാണാനും അടിപൊളിയല്ലേ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. പുളിഞ്ചിക്ക ആയതുകൊണ്ട് തന്നെ ഒത്തിരി പുളി ഉണ്ടാവില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്